Hello friends, welcome to my YouTube channel Andro Creations. നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി മൊബൈൽ സംബന്ധമായിട്ടുള്ള റിപ്പയറിങ്ങിൻ്റെ പല വീഡിയോകളും നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ടെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മൊബൈലിക്ക് സാംസങ് ഫോണിലും നമുക്കിപ്പോൾ *#0* എന്ന് പറഞ്ഞ ചില ടെസ്റ്റിംഗ് കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ എല്ലാ ഫോണുകളിലും അങ്ങനെ ഒരു ടെസ്റ്റിംഗ് കോഡ് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഫോണുകളിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് തന്നെ ലഭ്യമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ മിക്കവാറും മൊബൈൽ ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഇഷ്യൂസുകളുണ്ടോ, ടച്ച് സംബന്ധമായിട്ടുള്ളതോ ഡിസ്പ്ലേ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് യുവർ ഫോൺ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ ഇങ്ങനെ ഒരു ഗ്രാഫിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നിങ്ങളുടെ CPU പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോറുകൾ, എത്ര കോറുള്ള പ്രോസസ്സറാണ് നിങ്ങളുടെ ഫോണിലുള്ളത് എന്നുള്ളതും കാണാൻ സാധിക്കും. എൻ്റെത് 8 കോറുള്ള പ്രോസസ്സറാണ്. നിങ്ങളത് ചിലപ്പോൾ 2 ആയിരിക്കാം, 4 ആയിരിക്കും, 6 ആയിരിക്കും. അപ്പോൾ എത്രത്തോളം പ്രോസസ്സർ എത്രത്തോളം കോറുകൾ ഉള്ള പ്രോസസ്സറാണോ നിങ്ങളുടെ ഫോണിലുള്ളത് അത്രത്തോളം പെർഫോമൻസ് നിങ്ങളുടെ ഫോണിൽ കിട്ടുമെന്നുള്ളതാണ്. ഇത് 8 കോറുള്ള ഒരു പ്രോസസ്സറാണ്. അതിൻ്റെ ഗ്രാഫിക്കും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോറേജ് എത്രയുണ്ട്, എത്രത്തോളം മിച്ചമുണ്ട്, അതുപോലെ എത്ര റാം ഉണ്ട്, അത് എത്ര റാമിലാണ് ഫോൺ ഇപ്പം വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററിയുടെ പെർസെൻറ്റേജ്, നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് 2 കാര്യങ്ങൾ കാണാൻ സാധിക്കും, ടെസ്റ്റ്, ടൂൾസ് എന്നീ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ വോയിസ് റെക്കോർഡർ, സ്ക്രീൻ റെക്കോർഡർ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സാധാരണഗതി അത് ആവശ്യമില്ല. നമുക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ഇതേപോലെ ബ്ലിങ്ക് പല കളറിലായിട്ട് ബ്ലിങ്ക് ആവുന്ന കാണാൻ സാധിക്കും. ഏതെങ്കിലും കളറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്നും, ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിൽ ഏതെങ്കിലും ഈ ഒരു ഐക്കണിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ നിൽക്കും. നിന്നതിന് ശേഷം എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ അത് ചുവപ്പിൽ നിൽക്കുക, റെഡിൽ നിൽക്കുകയാണ്. ഈ റെഡിൽ എന്തെങ്കിലും ഷെയ്ഡ് ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസുകൾ ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ലൈറ്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. ബ്ലാക്കിലൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് സ്ക്രീനിലൊക്കെ എടുത്തുകൊണ്ട് LED ഡിസ്പ്ലേ ആണോ LCD ഡിസ്പ്ലേ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മൾട്ടി ടച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഭാഗത്ത് ഡബിളായിട്ട് ക്ലിക്ക് ആവുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗത്ത് മൾട്ടി ടച്ച് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ 2 എന്നൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെ മൾട്ടി ടച്ച് ഉണ്ടെങ്കിൽ എത്ര മൾട്ടി ടച്ച് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്നും അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോയിന്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ പോയിന്റിലും നിങ്ങൾക്ക് ഇതേപോലെ വരയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ഓപ്ഷനിലും വരയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടച്ച് സംബന്ധമായിട്ടുള്ള ഒന്നും ഇഷ്യൂസ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് കട്ടായി പോയിട്ട് വീണ്ടും വരികയാണെങ്കിൽ ആ ഭാഗത്ത് നിങ്ങളുടെ ഫോണിലെ ടച്ച് വർക്കിംഗ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ സാധിക്കുന്നെങ്കിൽ, ഈ ലൈന് കട്ടാവാതെ തന്നെ വരയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടച്ചിന് യാതൊരു ഇഷ്യൂസ് ഇല്ല എന്ന് മനസ്സിലാക്കാം. എവിടെയും കട്ടാവുകയാണെങ്കിൽ ആ കട്ടാവുന്ന ഭാഗത്ത് ടച്ച് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടച്ച് സ്ക്രീൻ ഏതെങ്കിലും പിക്സലിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അല്ലെങ്കിൽ ടച്ചിൻ്റെ പിക്സൽ ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, നെറ്റ്വർക്കിൻ്റെ അപ്ലോഡിംഗ് സ്പീഡ്, ഡൗൺലോഡ് സ്പീഡ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കി നെറ്റ്വർക്ക് സംബന്ധമായിട്ട് ഇഷ്യൂസ് ഉണ്ടെന്ന് കാണാൻ സാധിക്കും. GPS, ഓഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓഡിയോ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സെൻസറിന് സംബന്ധമായ ഇഷ്യൂസുകൾ, ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ക്യാമറ ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സിം സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഏതൊക്കെ സിമ്മിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഡിവൈസ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഡിവൈസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മോഡൽ നമ്പർ, ഏത് ബ്രാൻഡാണ്, ഏത് മോഡലാണ്, ഏത് ഡിവൈസാണ്, നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ സംബന്ധമായിട്ടുള്ള പ്രോസസ്സർ, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏത് റെസൊല്യൂഷനാണ്, ക്യാമറയുടെ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോറേജ് സംബന്ധമായിട്ടുള്ള CPU സംബന്ധമായിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ മിക്കവാറും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. പല ഫോണുകൾ ചെക്ക് ചെയ്യുന്നതിനായി ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫോൺ ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നല്ല രീതിയിൽ തന്നെ ഫോണിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെസ്റ്റിംഗ് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു ഫോണിൽ ടെസ്റ്റിംഗ് കോഡ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.